So it's gone, now we both moved on. Oh, that's la la life. നമുക്കിന്ന് നല്ലൊരു ടൊമാറ്റോ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 കപ്പ് നേരിയരിയാണ്, അതായത് കൈമ റൈസ്. അരി 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കണം. ഈ എണ്ണയിൽ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ചെറിയ മീഡിയം സൈസിലുള്ള ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നല്ല ഗോൾഡൻ കളർ ആയാൽ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 2-3 ഗ്രാമ്പൂ, 2-3 ഏലക്കായി, 2 ബേ ലീവ്സ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഉള്ളി നന്നായി വാടി വരണം. ആ സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി പേസ്റ്റ് ആക്കി എടുക്കാം. 6 തക്കാളി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അത് അടിച്ചെടുക്കണം. ഉള്ളി നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടിൻ്റെ എല്ലാം പച്ചമണം മാറിയാൽ അതിലേക്ക് നമ്മൾ പ്യൂരി ആക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. ആ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി വെള്ളമെല്ലാം കളഞ്ഞ് ഒരു അരിപ്പയിലിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. 4-5 മിനിറ്റ് കഴിയുമ്പം തന്നെ ഏകദേശം അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും അടിയിനെ നന്നായി ഇളക്കിയെടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ചോറ് 1/4 ഭാഗം വേവായിട്ടുണ്ട്. നന്നായി ഇളക്കിയെടുത്ത ചോറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഏറ്റവും ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. 5 മിനിറ്റ് കുക്ക് ചെയ്യണം. ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടിയും ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു റൈസിന് നമുക്ക് പ്രത്യേകിച്ചിട്ട് കറിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് അച്ചാറോ അല്ലെങ്കിൽ റൈത്തയോ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലെല്ലാം ഇട്ട് കൊടുക്കാൻ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കായാലും ഇട്ട് കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ പാഴ്സൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റൈസാണ്.
ടൊമാറ്റോ റൈസ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യണം. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.